ഹായ്, ഇത് കണ്ടോ? ഇതൊരു വെള്ളരിയാണ്. ഇത് നമ്മുടെ ടെറസിലുണ്ടായതാണ്. ഒരു ചെറിയ വെള്ളരി, അതിൽ 2-3 ഉണ്ടായി. അതിൽ ഒരെണ്ണം പറിച്ചെടുക്കുന്നതാണ് ഇത് കേട്ടോ. ഇന്ന് കറി വെക്കാൻ പോകുന്നത് വെള്ളരിക്കയും മാങ്ങയും കൂടിയാണ്. പക്ഷേ ഈ വെള്ളരിയല്ല കേട്ടോ കറി വെക്കുന്നത്, ഇതിന് മുമ്പ് പറിച്ചതാണ്. അത് പറിച്ചപ്പം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഈ വെള്ളരി പറിക്കുന്ന കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. 2-3 ഉണ്ടായി, പിന്നെ ഉണ്ടായതൊക്കെ ഇങ്ങനെ ഈച്ച കുത്തിപ്പോവുക. ഇതാണ് വെള്ളരി, ഇത്രയും ചെറുതാണ്, ഒത്തിരി അങ്ങ് പടർന്നൊന്നുമില്ല. ഇപ്പോഴും കായ്ക്കുന്നുണ്ട്, പക്ഷേ എല്ലാം ഈച്ച കുത്തിപ്പോവുക. അപ്പോൾ ഇത് ആദ്യം പറിച്ച വെള്ളരിക്ക. ഇത് നമുക്ക് മാങ്ങയും ചേർത്ത് കറി വെക്കാം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കറി വെള്ളരിക്കയും മാങ്ങയും തേങ്ങ അരച്ച് വെക്കുന്ന കേട്ടോ. അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം, ലൈക്ക് ചെയ്യണം, അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം വെള്ളരിക്ക തൊലി കളഞ്ഞെടുക്കട്ടെ. കത്തിയും കൊണ്ട് തൊലി കളഞ്ഞാൽ മതി കേട്ടോ, പീലറും കൊണ്ട് ഇച്ചിരി പാടാകളയാൻ. എന്നാലും അധികം ദശ പോകാതെ ഇങ്ങനെ പീലറും കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കത്തി കൊണ്ടോ പീലർ കൊണ്ടോ എന്തും കൊണ്ടെങ്കിലും പീൽ ചെയ്തെടുക്കാം. മാങ്ങായും തൊലി കളഞ്ഞെടുത്തു. ഇനി നമുക്കിതിൻ്റെ അകത്തെ കുരു കളഞ്ഞ് അരിഞ്ഞെടുക്കാം, ചെറിയ കഷ്ണങ്ങളാക്കി. മാങ്ങായും അരിഞ്ഞെടുക്കാം. വെള്ളരിക്കയും മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ, പുളിക്കനുസരിച്ച് വേണം മാങ്ങ എടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു സവോളയും എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർക്കാം. മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ലേ, അതുകൊണ്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇപ്പം തന്നെ അരിഞ്ഞ് ചേർക്കണം. സവോളയും പച്ചമുളകും അരിഞ്ഞ് കഴിഞ്ഞു. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞ് ചേർക്കാവേ. കൊണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലിങ്ങോട്ട് അരിഞ്ഞ് ചേർക്കാം. എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിത് ചട്ടിയിലേക്ക് മാറ്റാം. കറി വെക്കാനുള്ള ചട്ടി ഏതാണോ ആ ചട്ടിയിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും വേവാൻ ആവശ്യമുള്ള വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. കറി അടുപ്പിലോട്ട് വെച്ചു. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചെറു തീയിൽ വേവിക്കാം, ഒത്തിരി വലിയ തീയിലിടണ്ട. ഇനി ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കുക. അതിനുവേണ്ടി തേങ്ങ, ജീരകം, വെളുത്തുള്ളി ഇത്രയാണ് എടുക്കുന്നത്. അരപ്പൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണം വെന്തോന്ന് നോക്കാം. ഇത് കണ്ടോ, നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വെള്ളരിക്ക കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി അരപ്പ് ഇതിനകത്തോട്ട് ചേർക്കാം. അരപ്പ് ചേർത്തു. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറ് കഴുകി ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടായി ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കടുകും കൂടെ വറുത്ത് എടുക്കാം. നന്നായിട്ട് ചൂടായി ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തേ. ഇനി നമുക്കത് ഇവിടെ നിന്ന് മാറ്റിയിട്ട് കടുക് വറുക്കാം. അടുപ്പിൽ തന്നെയാണ് കടുക് വറുക്കുന്നത്. കടുക് വറുക്കാൻ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി, കടുകിട്ടു. കടുകൊന്ന് പൊട്ടി വരട്ടെ.
കടുക് പൊട്ടി വന്നപ്പോഴത്തേക്ക് ചുമന്നുള്ളി അരിഞ്ഞതിട്ടെ. ചുമന്നുള്ളി മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 2-3 പത്തലമുളകും കൂടി ഇടാം, അതായത് ഉണക്കമുളകേ. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടു. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കറിക്കകത്തേക്ക് ഒഴിക്കാം. കണ്ടോ, നമ്മുടെ ഈ കടുക് വറുത്തത് ഫുള്ളായിട്ട് വീഴാനായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. കറിക്കകത്തൊന്ന് ഇച്ചിരി എടുത്ത് കടുക് വറുത്ത് ചട്ടിക്കകത്തോട്ട് ഒഴിച്ചു. അപ്പോൾ കടുക് വറുത്ത എണ്ണ മുഴുവനും കറിക്കകത്തോട്ട് പോകുന്നു. ഇനി ഇത് ഇച്ചിരി നേരം മൂടി വെക്കാം, ഫ്ലേവർ ലോക്ക്. അവിടെ ഇരുന്ന് മണമൊക്കെ ഒന്ന് പിടിക്കട്ടെ. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്നു ഇളക്കി. അപ്പം കറി റെഡിയായി. ഇനി നമുക്ക് ഊണ് കഴിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഊണ് റെഡി ആയിട്ടുണ്ട്. വെള്ളരിക്ക മാങ്ങാക്കറി, പയറുതോരൻ, കോവയ്ക്ക മെഴുക്ക് പുരട്ടി, ചമ്മന്തിപ്പൊടി, ചാള അല്ലെങ്കിൽ മത്തി വറുത്തത്. എല്ലാവരും കൊണ്ടിട്ട് പോണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.